പൊതുജനം ഇന്ന് ആദ്യം പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ പൂങ്കാവിലെ ഒരു റോഡിന്റെ കാഴ്ചയിലേക്ക്. നൂറുകണക്കിന് കുട്ടികളും നാട്ടുകാരുമൊക്കെ ആശ്രയിക്കുന്ന റോഡ് ഇപ്പോൾ തോടാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. റോഡിലൂടെ നീന്തി ക്ലാസ്സിലെത്തുമ്പോൾ ഷൂ ഒക്കെ നനഞ്ഞ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കുട്ടികൾ പറയുന്നു. മെമ്പർമാർ തമ്മിലുള്ള റോഡിന്റെ അതിർത്തി തർക്കമാണ് നാട്ടുകാരുടെ ഈ ഗതികേടിന് കാരണം. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 10-11 വാർഡുകളിലൂടെ ഒഴുകുന്ന തോടായ റോഡാണിത്. ഈ തോട്ടിലൂടെ വേണം കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും സ്കൂളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പോകുവാൻ. പഞ്ചായത്ത് മെമ്പർമാരോടും ഉദ്യോഗസ്ഥരോടുമൊക്കെ പറഞ്ഞുവെങ്കിലും കേട്ടതല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് ക്ലാസ്സിലൊക്കെ ചെല്ലേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളം കാരണം ഷൂ ഒന്നും ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ ചെല്ലാൻ പറ്റുന്നൊന്നുമില്ല. ഭയങ്കര പ്രശ്നമാണ്. ഒരു ചേട്ടനൊക്കെ ഈ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളേ, പിന്നെ അത് റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ്. പ്രദേശവാസികൾ കാര്യപ്പറമ്പ് സ്കൂൾ എന്ന് വിളിക്കുന്ന ശ്രീ ചിത്തിര തിരുനാൾ സ്കൂളിലെ ഒരു കുട്ടിയുടെ വാക്കുകളാണത്. പുഴ പോലെ ഒഴുകുന്ന റോഡിലൂടെ നീന്തി ക്ലാസ്സിലെത്തുമ്പോൾ യൂണിഫോമും പാൻറ്റും ഷൂവും ഒക്കെ നനയും. ഇനി നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ സർക്കാർ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ പോകുന്നതും രക്ഷിതാക്കൾ കുട്ടികളുമായി അഭ്യാസയാത്ര നടത്തുന്നതും ഒന്ന് നോക്കാം. ചെളി നിറഞ്ഞ വെള്ളത്തിലൂടെയാണ് ഈ സഹനയാത്ര. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 10-11 വാർഡുകളിലൂടെയാണ് ഈ പുഴ റോഡ് ഒഴുകുന്നത്. 2 വാർഡുകളിലെയും മെമ്പർമാരുടെ തർക്കമാണ് നാട്ടുകാർക്ക് ഗതികേടാകുന്നത്. ദിവസവും ഇവിടെ വീഴുന്നവരുടെ എണ്ണം കണ്ട് വേദനയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭയങ്കര വെള്ളമല്ലേ. പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണ് ബുദ്ധിമുട്ട്. ഈ കാര്യം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം ചെയ്ത് കണ്ട പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഇപ്പൊ തോടും അല്ല റോഡും അല്ല കിടക്കുന്നു. മെമ്പറിനൊക്കെ 11-ാം വാർഡിന്റെ മെമ്പറിനെ കണ്ട് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ അങ്ങേരല്ലേ ചെയ്യേണ്ട, വേറെ ആരെങ്കിലും. പലതവണ പലരോടും പറഞ്ഞിട്ടും ഒരു ഗതിയുമില്ല എന്ന് നാട്ടുകാർ തീർത്തു പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഇങ്ങനെ വെള്ളം കിടക്കല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴി അറിയാൻ പറ്റത്തില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഇപ്പോൾ റോഡിൽ അളവെടുക്കാനും മറ്റും ചിലരൊക്കെ എത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് പല പ്രാവശ്യം അളവെടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ കാണയില്ലാതെ ഈ റോഡ് ഭംഗിയാക്കാൻ പറ്റത്തില്ല. ഉടനെ കിട്ടുമെന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് അളവെടുത്ത് പോയിട്ടുള്ളത്. മഴ തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങേറ്റം മെയ് മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ ഈ വെള്ളം നീന്തി കുഞ്ഞുങ്ങളുമായിട്ട് വിഷമിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോക്കാരൊന്നും ഇതിലെ വരത്തില്ല. കുഞ്ഞുങ്ങൾ വേറെ വീട്ടിൽ പോയി താമസിക്കുക. അത്ര ഗതികേടാ. റോഡിന് സമീപത്തുകൂടെ ഉണ്ടായിരുന്ന തോടിന് മുകളിലൂടെ റോഡ് വന്നതാണ് ഇപ്പോൾ റോഡ് പുഴയാകാൻ കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇനിയും തോടായി ഒഴുകുന്ന റോഡിൽ ആളുകൾ വീണ് അപകടം സംഭവിക്കുന്നത് കൂടുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഒരു അപകടമോ ദുരന്തമോ ഉണ്ടാകുന്നതുവരെ നമ്മുടെ അധികാരികൾ ഇതെല്ലാം കണ്ടില്ല എന്നടിക്കും. എന്തെങ്കിലും അപകടമുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതൊന്നും വന്നിരുന്നില്ല എന്ന പതിവ് ന്യായം പറയും. അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണു തുറന്ന് നാട്ടുകാരുടെ ദുരിതമില്ലാതിരിക്കാനുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ. ഷിബിൻ ബഷീറിനൊപ്പം എസ് ശ്യാംകുമാർ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഷാഫി കുമ്മേരി പറയുന്നുണ്ട്, എല്ലാ വയലും മണ്ണിട്ട് നികത്തിയാൽ മഴ പെയ്തുണ്ടാകുന്ന വെള്ളം പോകാൻ വഴിയുണ്ടാകില്ല. അത് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. ബീനാസി പറയുന്നത് പാവം കുട്ടികൾ, ഇത് റോഡല്ലല്ലോ ശരിക്കും തോട് എന്നാണ് ആ വാർത്തയോടുള്ള പ്രതികരണമായി ഇപ്പോൾ വരുന്നത്.